മത്തി മീന് മൂസക്കായി ചീറ്റ മീൻ ഇവിടെ കൊണ്ടുതരും. ബാക്കിയുള്ള നല്ലൊക്കെ നാട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്യും. അല്ല വേള ഞമ്മളിപ്പോ എടാ പറഞ്ഞ് നിർത്തിയേ. പാത്തു, നമ്മള് മനസ്സ് വെച്ചാല് കുറച്ച് പൈസ നമ്മളെ കയ്യില് വരും. ഒക്കെ നടക്കണ കാര്യാണോ അവളെ? ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന കാര്യല്ലേ അവളെ? ആണി അല്ലവളെ, ഈ കുടുംബശ്രീ എന്നൊക്കെ പറയുന്ന നേരെ ചോ നടക്കുന്ന ഒരു സാധനല്ലേ? അതിലു പൈമതിയായി. അല്ലാണ്ട് പിന്നെ മെഴുകുതിരി നിർമ്മാണം തുടങ്ങണമെന്ന് പറഞ്ഞു 25,000 രൂപയാ ഞാൻ അടിച്ചു മാറ്റിയത്. അല്ലവളെ, അന്നപ്പോ ഈ നിർമ്മാണം തുടങ്ങിയോന്നൊക്കെ അറിയാൻ വേണ്ടിട്ടു പരിശോധിക്കാനും ആളും ഒന്നും വരൂല? വരുമ്പോ 2 പാക്കറ്റ് മെഴുകുതിരിയും മെഴുകുതിരി ഉണ്ടാക്കാനുള്ള അച്ചും എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് വെച്ചാൽ മതി. പിന്നെ പരിശോധിക്കാൻ വരുന്നവർക്ക് എന്തെങ്കിലും ഒരു കൈമടക്ക് കൊടുത്താൽ മതി. ലോണും കിട്ടും, എല്ലാം ഓക്കെ ആയി. അത് നല്ല പരിപാടി. ഈ അയിമള്ളേൽ കൊണ്ടുള്ള ഓരോ സൗകര്യങ്ങളില്ലേ? പിന്നെ അല്ലാണ്ട് ഇവിടെ അതാ ഞാനും പറഞ്ഞത്. പാത്തുന്റെ കൂടെ കൂടിക്കോന്ന്. വാഴ കൃഷിക്കാന്നും പറഞ്ഞിട്ടേ കുടുംബശ്രീന്ന് ലോൺ തരും. ലോൺ എടുത്ത് പകുതി ഇമ്മക്ക് വീതിച്ചെടുക്കാം. അന്നപ്പോ നമുക്ക് വായ നടണ്ട. എന്തിന്? നമ്മളെ വാഴ കൃഷി പേപ്പറിൽ മാത്രല്ലേ ഉള്ളൂ. പേപ്പറിലും വാഴ കൃഷി ചെയ്യാ, ടെറസിന്റെ മുകളിൽ ചെയ്യാന്ന് നമ്മൾ കേട്ടിക്കണി. അതായത് നമ്മൾ ഈ ലോണ് സംഘടിപ്പിക്കാൻ വേണ്ടി വാഴ കൃഷി ചെയ്യുന്നു വെറുതെ പറയല്ലേ? ഓ അങ്ങനാ. നമ്മൾ നമ്മളെ വാഴത്തോട്ടത്തിന്റെ ഫോട്ടോ ഒക്കെ വെക്കും. അത് ഏതെങ്കിലും ഒരു വാഴത്തോട്ടത്തിൽ പോയി എടുത്താൽ മതി. പിന്നെ പരിശോധിക്കാൻ വരുന്നവർക്ക് കൈക്കൂലി കൊടുക്കുന്നോണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ലോണ് കൈ കിട്ടും. ഈ ഇല്ലെങ്കിൽ ഇവിടെ എനിക്ക് വേറെ ആരെയും നോക്കണേ. എന്തെങ്കിലും ഒരു അഴിമതി നടത്തണമെന്നേ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കുക. നമ്മളുണ്ട് വിളെ പരിപാടിക്ക്. മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും മാത്രം ഇങ്ങനെ അഴിമതി നടത്തിയാ പോരേലോ, നമുക്കും വേണം. അല്ല പിന്നെ എന്റെ പാത്തു, ഈ കുടുംബശ്രീന്നൊക്കെ ഓരോരുത്തർ ഒരു പണിയും ചെയ്യാണ്ട് പൈസ ഇത്ര സമ്പാദിക്കുന്നറിയോ? ആണി അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി, അതിലും പൈസ കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഉണ്ടോ? ആരള്ളവളെ? ഈ ഞാൻ തന്നെ. വേറെ ആൾക്കാരുണ്ട്. ആത്മാർത്ഥതയും സത്യസന്ധതയും ഒക്കെ വംശനാശം നേരിട്ടോണ്ടിരിക്കുക പാത്തു. അല്ലെങ്കിൽ അതിനെ കൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് ഒരു കാര്യവുമില്ല. അഴിമതി കൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റൂ. അതെ, അതുകൊണ്ടാണല്ലോ ഞാൻ ഈ പദ്ധതിയായിട്ട് ഇങ്ങോട്ട് വന്നത്. എന്നാലേ ഞാൻ പോയി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. ചെല്ലി വിട്ടോ. ദാ ലോൺ കിട്ടിയാലേ പൈസ കൊണ്ട് ഈ മുങ്ങിക്കാളെത്തി. ഒരിക്കലും ഇല്ല. അഴിമതിക്കുണ്ട് ഒരു നേരും നെറിയൊക്കെ. അത് മറക്കുന്നോളല്ല ഈ ഞാൻ. മുടുക്കി നേരും നെറിയുള്ള ഒരു അഴിമതിക്കാരി. അണിക്കിന്റെ അഭിനന്ദനങ്ങൾ. എന്താ മാണെങ്കിൽ 10 മത്തി ഉണ്ടായിക്കോ. എനിക്ക് വേണ്ടത് ചീഞ്ഞതല്ലേ? അതല്ലേ എന്നോടുണ്ടാവാൻ പറഞ്ഞേ. ഇന്ത്യയുടെ നല്ല ചെമ്മീനുണ്ട്. ഒന്ന് പോവളയാടി. ഇവളെന്താ അഴിമതിന്റെ കാര്യങ്ങളോട് നേരത്തെ പറയാഞ്ഞി? ആ മേഘതിരിന്റെ ബിസിനസ്സിലേക്ക് ഒന്ന് കൂടായിരുന്നു. പിന്നെ പാത്തുവോ, ഇല്ലാത്ത വാഴകൃഷിന്റെ പേരിൽ ലോൺ എടുത്താലൊന്നും ശരിയാവുമെന്ന് ഞമ്മക്ക് തോന്നില്ല. ശരിയാവും മൂസക്കായെ. പരിശോധിക്കാൻ വരുന്നോനു പിന്നെ വാർഡ് മെമ്പർക്കു ലേസം ചിക്കിളി കൊടുക്കണം, അത്രേ ഉള്ളൂ. അതല്ല ഞമ്മള് പറഞ്ഞു. ഈ പരിപാടി തീരെ ശരിയാവൂല എന്നാ ഞമ്മള് പറഞ്ഞു. നമ്മള് 10 ഉറുപ്പ്യ ഉണ്ടാക്കണ എങ്ങനെ സഹിക്കൂല? അത് തന്നെ. അതല്ല പാത്തു. ആണി മൂസക്കായെ ആണി. നമ്മള് രക്ഷപ്പെടുന്ന പട്ടേ ഇഷ്ടല്ല, അത് നമുക്കറിയാം. എന്നാ പിന്നെ എനിക്ക് ശരിക്കും വാഴകൃഷി നടത്തിയിട്ട് ലോൺ എടുത്തൂടെ? എന്തിനാ കള്ളത്തരം കാണിക്കണത്? ഈ കൈക്കോട്ട് എടുത്ത് ഇങ്ങനെ കളിക്കുമ്പേ അതിൽ ഈ മണ്ണീരയും പുയ്യും ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ തീരെ ഇഷ്ടമൊക്കെ അർപ്പാവും. എന്തിനാ ഓരോ ഇഷ്ടപ്പെടുന്നത്? എനിക്ക് കൃഷി ചെയ്താ പോരെ? നമുക്ക് ഇഷ്ടമൊക്കെ അർപ്പാവും പറഞ്ഞില്ലേ? നയ്യും മറ്റെന്തെങ്കിലും ചെയ്യ്. കോഴി വളർത്തല്, ആട് വളർത്തല്, മെഴുകുതിരി ഉണ്ടാക്കല്, അങ്ങനെ എന്തെങ്കിലും. അതിനൊക്കെ കിട്ടില്ല ലോണ്. മൂസക്കായി അധ്വാനിക്കാണ്ട് പൈസ ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് ഞാനിപ്പോ വിചാരിക്കുന്നേ. അത് പടച്ചോന് നിരക്കാത്ത പണിയാണ് പാത്തു. മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വലിയ വലിയ അഴിമതി കാണിച്ചിട്ടു പടച്ചോനോനോട് ഒന്നും പറയണേ നമ്മള് കേട്ടില്ലേലോ. ഓൽക്കെട്ടൊരു കുറ്റവും ഇല്ല. കള്ളത്തരം കാണിച്ചുണ്ടാക്കുന്ന പൈസ നമുക്ക് മനസ്സമാനം തരൂല പാത്തു. അങ്ങനെ കേക്കൂ, നമുക്ക് അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല. നമുക്ക് പൈസ കിട്ടിയാ മതി. അതെങ്ങനെ ഉണ്ടാക്കിയാ നമുക്ക് എന്തേത്താ? പൈസ ഉണ്ടാവുവോ? മൂസക്കായെ, ഇന്ത്യ മുഴുവനെ അഴിമതി നടത്തിയിട്ട് ആൾക്കാർ പൈസ എങ്ങനെ ഉണ്ടാക്കിക്കണ്ടിക്കുക. നിങ്ങളൊന്ന് മിണ്ടാണ്ടിരിക്കി, നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കി. കൊറേ ആൾക്കാർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരു മോശക്കാര്യം നല്ല കാര്യം ആവൂല പാത്തു. അഴിമതി പടച്ചോന് നിരക്കാത്ത കാര്യ. ഓ, നിങ്ങളൊരു നല്ല മനസ്സ വന്നിക്ക്. നിങ്ങളൊന്ന് പോയായിരുന്നു. ദൈവങ്ങള് മുഴുവനെ നേർച്ചപ്പട്ടിയും വെച്ചിട്ട് വിശ്വാസികളെ കയ്യിൽ നിന്ന് പൈസ പിരിക്കുന്ന ഈ നാട്ടിലെ ഇതൊന്നും ഒരു കുറ്റമല്ല. ദൈവങ്ങളെ പേര് പറഞ്ഞിട്ടേ മനുഷ്യന്മാരാണ് പണപ്പിരിവ് നടത്തുന്നത്.
എന്ത് പറഞ്ഞാലും നമ്മൾ ഈ അഴിമതി നടത്തൂ ഈൽന്ന് നമ്മൾ പൈസ ഉണ്ടാക്കൂ അത് നമ്മൾ തീരുമാനിച്ചതാണ്. എന്ത് വേണമെങ്കിലും കാണിച്ചോ, കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അല്ല എന്തേ ഒന്നുമില്ല, കിടന്നുറങ്ങുന്നുണ്ടോ ഈ? നിങ്ങളൊന്നും മിണ്ടാണ്ടിക്കോ, എന്നിട്ട് നമ്മ കിടന്നുറങ്ങേ. അഴിമതി നടത്തിയില്ലെങ്കിൽ ഉറക്കം വരാത്ത ജന്മങ്ങള്. ഇയൊക്കെ പ്രധാനമന്ത്രി ആയാലേ ഈ ഇന്ത്യൻ അപ്പാടെടുത്തിട്ട് മുഴുകിക്കാളില്ലോ. നിങ്ങൾ മിണ്ടാണ്ട് കിടന്നുറങ്ങുണ്ടോ? ഞമ്മളൊന്നും പറയുന്നില്ല. ഈ കള്ളത്തൊരു അഴിമതിയൊന്നും ഒരിക്കലും വിജയിക്കൂല പത്തു. സത്യം മാത്രമേ വിജയിക്കുള്ളൂ. സത്യനും നസീറും ജയനും മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ജയിക്കൂ. ഗുഡ് നൈറ്റ്. ഒന്ന് മിണ്ടാണ്ട് കിടക്കണ്ടോ ഒരു സത്യവാൻ സാവിത്രി വന്നിട്ട്. സത്യസന്ധർ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങൾ. ഗുഡ് നൈറ്റ്.